എന്നാ കൂട്ടോ, ഞാനേ വിളിക്കാപ്പ വന്നാ മതി. വലൈക്കും അസ്സലാം. നിങ്ങളെ ഉപ്പാന്റെ കാര്യങ്ങള് ഡോക്ടർമാര് പറഞ്ഞറിഞ്ഞ് ഞാൻ അറിഞ്ഞു. വളരെ മോശമാണെന്ന കണ്ടീഷനാണെന്ന് പറഞ്ഞത്. പിന്നെ നിങ്ങളെ വാപ്പ ഒരു 10 ലക്ഷം ഉറുപ്പ്യ എനിക്ക് തരാനുണ്ട്. ഈ കണ്ടീഷനിൽ ഉപ്പാക്ക് അധികം പോകൂല. ഉപ്പാന്റെ മരണം സംഭവിക്കുകയാണെങ്കിൽ ആ 10 ലക്ഷം രൂപ തരാതെ ഞാൻ ആ മയ്യത്തെടുക്കാൻ സമ്മതിക്കുകയില്ല. 10 ലക്ഷം ഉറുപ്പ്യോ? 10 ലക്ഷം ഉറുപ്പ്യ ഒന്നും എന്റെ അടുത്തില്ല കേട്ടോ. നിങ്ങളുടെ അടുത്ത് ആർക്കെങ്കിലും ഉണ്ടെച്ചാൽ കൊടുത്തോളി. ഞാൻ ഇപ്പൊ വണ്ടിക്ക് തന്നെ 2-3 ലക്ഷം ഉറുപ്പ്യ ചെലവാക്കിയിട്ട് ആകെ കുക്കിങ് ആവും. ഇന്നെ നോക്കിയിട്ട് കാര്യമൊന്നുമില്ല, എന്റെ ഒക്കെ അല്ല. ഇതിന്റെ പൊന്നുങ്ങളെ സ്വർണ്ണാണ്. ഇത് വിറ്റിട്ട് നിങ്ങൾക്ക് തരാനുള്ള പൈസ എടുത്തോളി. കടം വെച്ച് കാണും ഇഞ്ചപ്പാനെ മൈതോടെ കണക്കാൻ പാടില്ല. ഇതവിടെ വെച്ചോ. ഞാനും എൻ്റെ ഉപ്പയും കൂടി കളിച്ചൊരു നാടകമാണ്. എൻ്റെ ഉപ്പ എനിക്കൊരു 10 ലക്ഷം തരാനൊന്നുമില്ല. ഞാനാണ് എൻ്റെ ഉപ്പാക്ക് 10 ലക്ഷം ഉറുപ്പ്യ കൊടുക്കാനില്ല. എൻ്റെ ഉപ്പ എന്നോടൊരു കാര്യം പറഞ്ഞിരുന്നു, എൻ്റെ മക്കളിൽ ആർക്കാണ് എന്നോട് കൂടുതൽ സ്നേഹം, ആ സ്നേഹമുള്ള മകന് നിന്റെ മരണശേഷം ഈ പൈസ കൊടുക്കൊണ്ടു എന്നാ പറഞ്ഞത്. പടകുട്ടിയൊന്നും ഇവിടെ വന്നിരുന്നു. കഴിഞ്ഞ മാസം ഞാൻ ആസ്പത്രിയിൽ നിന്നേ ഡിസ്ചാർജ് ആവാൻ വേണ്ടി പോരാൻ നിന്നപ്പോഴേ പൈസ ചോദിച്ചുകൊണ്ട് 3 ആളോടും ഞാൻ. അപ്പൊ എന്റെ പെണ്ണുങ്ങളെ മേത്തൊന്നും ഒരു പണ്ടോ അല്ല. ഇപ്പൊ എവിടുന്ന് എനിക്ക് ഈ സ്വർണം? അന്ന് ഇങ്ങനത്തെ ഉണ്ടെങ്കിലോ അപ്പൊ ഇപ്പൊ ഈ അവസ്ഥയിൽ ഞാൻ ഉണ്ടാക്കി തന്നില്ല. പിന്നെ എപ്പോഴും ഞാൻ തരാം. ഇങ്ങോട്ട് വാ. വാപ്പാക്ക് വേണ്ടിട്ട് ഒരു ഉറപ്പിച്ച് ചെലവാക്കലില്ല. ഇത് എവിടുന്ന് എനിക്ക് സ്വർണം കിട്ടിയത്? സത്യം പറഞ്ഞു. നിങ്ങളൊന്നും മുണ്ടാതിരിക്കും. വാപ്പ ആസിയോനെ വിളിച്ച് പറയുന്നത് ഞാൻ കേട്ടതാണ്. മക്കൾക്ക് ആർക്കാണോ സ്നേഹം ഓൽക്കിഞ്ചം പറയണ ശേഷം ഈ പൈസ കൊടുക്കൊണ്ടെന്ന് പറയാൻ ഞാൻ കേട്ടതാണ്. ഇതൊക്കെ മുക്കോണ്ട ചെങ്കന്മാരെ പറഞ്ഞു കൊളാക്കണ്ട. ഇങ്ങക്കും ഞാനൊരു ഷെയർ തരാം. ആ നായ്ക്കൊക്കെ 3 ആൾക്ക് 1 ഉറുപ്പിയുടെ മുതലൊന്നും കൊടുക്കില്ലേ? അതുപോലെ എത്തിങ്ങാനിക്ക് കൊണ്ടേ കൊടുക്കേ.